അത് മാത്രം വെച്ച് ഞാൻ എന്ത് കാട്ടാനാണ്? നിക്ക് നല്ല വിശക്കുണ്ട്. അതറിയാഞ്ഞിട്ടാണെങ്കിൽ ഈ ഒച്ചന്റെയും ബഹളത്തിന്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടേ അത് നന്നായിട്ട് തള വരുമ്പോ അരി ഗഗിയാണ്ട് ഇട്ടാ മതി. അരിയും വെള്ളം കൂടിയും തിളച്ച് വരുമ്പോഴേ കഞ്ഞോ ചോറാ എന്താ വേണ്ടി ചാക്കിയെടുക്കാം. എന്ത്? നിങ്ങളെന്താ എന്നെ കളിയാക്കിയതാ? അരിയും വെള്ളം കൂടിയും തിളച്ചു കഴിഞ്ഞാലേ ചോറോ കഞ്ഞോ ആക്കാന്നൊക്കെ നിക്കും അറിയാം. അതൊന്നും അറിയാത്ത പൊട്ടിയൊന്നല്ല ഞാന്. പിന്നെന്താ, ഇജന്നല്ലേ ഇപ്പൊ പറഞ്ഞത് അരിയായിട്ട് ഞാൻ എന്ത് കാട്ടാനാണെന്ന്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതെനക്ക് അറിയച്ചാ പിന്നെ ആ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതല്ല ചോദിച്ചത്. ചോറ് വെച്ച് കഴിഞ്ഞാ അതിന്റെ കൂടെ കൂട്ടി കഴിക്കാനേ കറി വെക്കാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ല എന്നാ. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ എന്തുണ്ടാക്കി കഴിക്കാനാ? അപ്പൊ അതല്ലേ കുട്ടിയെ ഞാൻ ഇവിടെ പച്ചക്കറി മീനൊന്നും കൊടുന്ന ഇരിപ്പില്ല എന്ന് പറഞ്ഞത്. പച്ചക്കറി മീനും പൊടി മസാലകളും ഒന്നുമില്ല. ഒക്കെ ഇനി വാങ്ങി കൊടുന്നിട്ട് വേണം. പിന്നെ വാണച്ചാല് പറമ്പില് നല്ല കാന്താരിമുളക് നിൽക്കുന്നുണ്ട്. അടുക്കളയിലെ ഒരു മൂലക്കൊരു പാത്രത്തില് ഒരു 2-3 കല്ല് ഉപ്പ് ഇരിക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ഒരു പിഞ്ഞാണത്തിലിട്ട് നന്നായിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചമ്മന്തി ആക്കാം. തൊട്ട് കൂട്ടി കഴിഞ്ഞാലേ കഞ്ഞി കുടിച്ചാൽ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഉപ്പും മുളക് കരുതി കഞ്ഞി കുടിക്കാനോ? ഞാനോ? അങ്ങനെ ഉപ്പും മുളകൊന്നും കരുതി കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നും നിക്ക് വന്നിട്ടില്ല. ഞാൻ ഇത്രയും കണ്ട കാലം അങ്ങനെ ഒന്നും ശീലിച്ചിട്ടില്ല. ഇന്നലെ നിങ്ങൾ എന്നോട് എല്ലാരും കൂടി ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചപ്പോ അതിനും സാധനങ്ങളില്ല. ഇതെങ്ങാനും ആരിസ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആരിസ്കന് വിളിക്കട്ടെ. എല്ലാരും കൂടി എന്നോട് ചെയ്യണതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിർത്തടി. കൊറേ നേരമായത്. ഈ ആരിസ് എന്ന് പറഞ്ഞോനെ ഇന്റെ മകനല്ലേ, അല്ലാതെ എന്റെ വാപ്പൊന്നല്ലല്ലോ. ഇജ്ജ് കൊറേ ദിവസമായല്ലോ ഇപ്പൊ ഓന്റെ പേരും പറഞ്ഞിങ്ങാണ്ട് ഇവിടെ ഉള്ളവരെ ഉറപ്പിക്കാൻ തുടങ്ങണേ. വാണ്ടാന്ന് വിചാരിക്കുമ്പോ ഇജെന്താ തലമ കയറി നിരങ്ങുക? ഈ ആരിസിന്റെ പേരും പറഞ്ഞിട്ട് ജാരയെ പേടിപ്പിക്കണത്? ഇന്റെ മാപ്പിളയും മാപ്പിയും ജീവിച്ചിരിക്കണ കാലത്തോളെ അല്ലെ, ജീവിച്ചിരിക്കണില്ലാച്ചാലും മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ഗതിയോടൊന്നും ഇക്ക് വന്നിട്ടില്ല. അതിനൊട്ട് ഞാൻ നിൽക്കൂല്ല. പിന്നെ ഇജ്ജി ഇവിടെ കാട്ടിക്കൂട്ടിന്ന മാത്താങ്കൂത്ത് മുഴുവൻ കണ്ടിട്ടേ ഞാൻ മുണ്ടാതൊരു മൂലക്കിരുന്നത്. ഇജ്ജി